ഈ ഉമ്മത്തിന് ഏറ്റവും കൂടുതലായ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ആരംഭിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മുതലാണ്. 2 കാലുകൊണ്ട് ദൈവത്തിൻ്റെ മാർഗത്തിൽ ഏറ്റവും കൂടുതൽ നടന്ന ആൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണെന്നാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബിയെ ഒറ്റയാൾ പട്ടാളം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഇബ്രാഹിം കാന ഉമ്മത്തൻ വാഹിദ. ഉമ്മത്ത് പറഞ്ഞാൽ ഒരു സംഘം എന്നാണ്, വാഹിദ് എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് എന്നാണ്. ഉമ്മത്തും വാഹിദ എന്നുള്ളതിൻ്റെ മലയാളമാണ് ഒറ്റയാൾ പട്ടാളം എന്നത്. ലോകത്തൊരുപാട് അമ്പിയാക്കൾ വന്നു. അവരൊക്കെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട അഫ്ളലായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹയാണെന്ന് പറഞ്ഞു. അതേസമയത്ത് തൗഹീദ്, ഈമാന് തുടങ്ങിയ കാര്യങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇപ്പം നമ്മൾ പറയുന്ന തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളതാണ്. വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിലും അത് വരണമെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളത് ഉണ്ടായിരിക്കണം. കാരണം ഈമാൻ എന്നത് മസ്തിഷ്കബന്ധിതമായ ബുദ്ധിയിൽ ഒതുങ്ങുന്നൊരു സാധനമല്ല. കാഫിര്യങ്ങളെക്കുറിച്ച് പറഞ്ഞോട് തന്നെ ലഹും ഖുലൂബുൻ ലാ യഅഖിലൂന ബിഹാ എന്നാണ്, ലഹും റുഊസുൻ ലാ യഅഖിലൂന ബിഹാ എന്നല്ല. അതായത് മനുഷ്യന് മസ്തിഷ്കബന്ധിതമായ ചിന്തയുണ്ട്, ഹൃദയബന്ധിതമായ ചിന്തയും ഉണ്ട്. ബന്ധിതമായ ചിന്തയിൽ ഈമാൻ ഒതുങ്ങി കിട്ടൂല. അതുകൊണ്ട് ആലോചിച്ചിട്ട് മുസ്ലിം ആകുക എന്നുള്ളത് ആർക്കും ഉണ്ടാവില്ല എന്ന് പറയാൻ നമുക്ക് പറ്റൂല, എന്നാലും ഉണ്ടാവില്ല എന്നതാണ് ശരി. അപൂർവമായി ആർക്കെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് ദീനുൽ ഇസ്ലാമിനെ കിട്ടിയേക്കാം. ഇസ്ലാം ദീന് കിട്ടിയ ആൾക്കാർക്കൊക്കെ മുഹമ്മദ് നബിനെ കിട്ടിയപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഒപ്പം ഈമാൻ കിട്ടിയതാണ്. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത എന്താകുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മുഹമ്മദ് നബിയുടെ പ്രത്യേകതയെ മനസ്സിലാക്കി എന്നതാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത എന്നതാണ്. അത് എത്രത്തോളം ഒരാൾക്ക് മനസ്സിലായിട്ടുണ്ടോ അതിനനുസരിച്ച് ഈമാൻ ഉണ്ടാവും. എത്രത്തോളം ഒരാൾക്ക് മനസ്സിലായാൽ കുറവുണ്ടോ അതിനനുസരിച്ച് ബാക്കിയുള്ളതൊക്കെ വരും. കുറേ കാര്യങ്ങളാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. നിരീശ്വരവാദമുണ്ട്, യുക്തിവാദമുണ്ട്, ലിബറലിസമുണ്ട്, സർവമത സത്യവാദമുണ്ട്, സ്ത്രീ പക്ഷപാതമുണ്ട്. നാളെ ആശുപത്രി ചെന്നപ്പോൾ അയാൾ പറഞ്ഞു അത് രക്തവാദ ഇക്കാരം എന്ന് പറഞ്ഞു, കാലിൻ്റെ മുട്ടിന് വേദനയായിട്ട്. അപ്പോൾ അത് വരെ വാദമാണ്, മൊത്തത്തിൽ വാദമാണ്. ആദ്യം പറയാനുള്ളതും അവസാനം പറയാനുള്ളതും ഒരേ കാര്യമാണ്. ഇതൊക്കെ പറഞ്ഞാലും ഈമാണ്ടാണെങ്കിൽ ഒരു കാര്യം ഉണ്ടായാൽ തന്നെ ഉണ്ടാവുള്ളൂ, മുത്തുനബിനോടുള്ള താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുണ്ടെങ്കിൽ ബാക്കിയൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ബാക്കിയുള്ള വർത്താനമൊക്കെ അതിനെ തഈദ് ചെയ്യുന്നതിനും ബലപ്പെടുത്തുന്നതിനും വേണ്ടിയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് നേരെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, നബിയെ നിങ്ങളെ അള്ളാഹു നബിയാക്കി നിയോഗിക്കുന്നതിൻ്റെ 5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സയ്യിദത്തുന ഖദീജ, ഉമ്മുന ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു. അതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖദീജ ബീവിയും വറഖത്ത് ബിൻ നൗഫലും കുടുംബക്കാരാണ്, എളാപ്പ മുത്താപ്പ മക്കളിൽ പെട്ടതാണ്. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ഖദീജ ബീവി വറഖത്ത് ബിൻ നൗഫലിനെ എപ്പോഴും കാണൽ പതിവുണ്ട്, സംസാരിക്കലും പതിവുണ്ട്. പ്രായം കൂടുതലുള്ള ആളാണ് വറഖത്ത് ബിൻ നൗഫൽ. പൂർവ്വകാല വേദങ്ങൾ പഠിച്ചിട്ടുള്ളൊരു പണ്ഡിതനാണ്. ഒരിക്കൽ വറഖത്ത് ഖദീജ ബീവിയോട് പറഞ്ഞു റളിയല്ലാഹു അൻഹ, അവസാനത്തെ പ്രവാചകൻ നമ്മളെ നാട്ടിലാണ് വരിക, എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് അദ്ദേഹം ജനിച്ചിട്ടുണ്ടെന്നാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഈ നാട്ടിൽ നബിയാകാൻ പറ്റിയ ആരാണുള്ളത് എന്നൊന്ന് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പൈസ ഉണ്ട്, ആൾക്കാരുണ്ട്, കച്ചവടമുള്ള ജോലിക്കാരുണ്ട്, ഇഷ്ടംപോലെ പൈസയുണ്ട്. അതുകൊണ്ട് അതൊന്ന് പരിശോധിക്കാൻ വേണ്ടി ആളെ ഏർപ്പാട് ചെയ്തു. മക്കത്ത് ഓരോ മനുഷ്യന്മാരെ അരിച്ച് പെറുക്കി തെരഞ്ഞു. അബൂജാഹിൽ പറ്റൂല, അബൂ സുഫിയാൻ പറ്റൂല. ഇങ്ങനെ ഓരോരുത്തരെയും പഠിച്ചു നോക്കുമ്പോൾ പറ്റുന്ന ഒരാളെ കിട്ടി. അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടി അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ മുഹമ്മദിനെ പറ്റും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മനസ്സിലായി. ഞാൻ ഒന്ന് ഉറപ്പിക്കാൻ എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് നടക്കുമ്പോൾ അബൂ താലിബിന് ഒരു ദിവസം വൈക്കന്ന് കണ്ടു.
അബൂതാലിബിനോട് പറഞ്ഞു, ഞാനിങ്ങനെ കച്ചവടത്തിന് ആൾക്കാരൊക്കെ പറഞ്ഞയക്കുമ്പോൾ കുറച്ച് പുതിയ ആൾക്കാരെയും കൂടിയും പറഞ്ഞയക്കണം എന്നൊരു ഉദ്ദേശമുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളുടെ അഞ്ചൻ്റെ മകൻ അബ്ദുള്ളാൻ്റെ മകൻ മുഹമ്മദിനൊന്ന് പറഞ്ഞയച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആണുങ്ങളെ കൂലി കൊടുത്തോളാറുണ്ട്. ഒരാണിൻ്റെ കൂലിയാണ് സ്ഥിരം കൊടുക്കുക, ഇത് 2 എണ്ണം കൊടുത്തോളാറുണ്ട്. അബൂതാലിബ് വീട്ടിൽ ചെന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മോനെ ഖദീജ ഇങ്ങനെ കച്ചവടത്തിന് ആളൊക്കെ പറഞ്ഞയക്കുന്നുണ്ട്, പുതിയ ആൾക്കാരൊക്കെ എടുക്കുന്നുണ്ട്, എനിക്ക് പറ്റുമെങ്കിൽ ഒന്ന് പോയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഒജീനം കഴിക്കാമല്ലോ. ഈ അബൂതാലിബ് സന്താനങ്ങൾ അധികരിച്ച ആളും സമ്പത്ത് കുറഞ്ഞ ആളുമാണെന്ന് നമ്മളെ മദ്രസയിലെ പാഠപുസ്തകത്തിലുണ്ട്. ഒരുപാട് സന്താനങ്ങളുണ്ട്, മക്കളും കുട്ടികളായിട്ട് പേര നിറച്ച ആൾക്കാരുണ്ട്. തമാശക്ക് പറയലുണ്ട്, ഒരു സ്കൂൾ തുടങ്ങാനുള്ള ആൾക്കാർ പേരെ തന്നെ ഉണ്ട്. എന്നാൽ സമ്പത്ത് അതിനനുസരിച്ചില്ല, കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ ഒരു ഉഷാറാണ് എന്നുള്ള നിലയിൽ മുഹമ്മദിനോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളത് കേട്ടേക്കിന് എന്നാൽ ഒന്ന് പോയി നോക്കാൻ എഴുതിയിട്ട് അങ്ങനെ ഖദീജ ബീവിനെ കാണാൻ വേണ്ടി പോയപ്പോൾ തട്ടുള്ള പെരയാണ് അക്കാലത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പെര. ഖദീജ ബീവിൻ്റെ പെരൻ്റെ മേലെ തട്ടിൻ്റെ മേലെ മച്ചിലിരുന്ന് നബി തങ്ങൾ വരുന്നത് കണ്ടപ്പോൾ സന്തോഷമായി. അങ്ങനെ ഇൻ്റർവ്യൂ ഇല്ലാതെ സെലക്ഷൻ കൊടുത്തു, ചോദിക്കാനും പറയാനൊന്നുമില്ല, അപ്പം തന്നെ തിരഞ്ഞെടുത്തു. അങ്ങനെ നബി തങ്ങൾ കച്ചവടത്തിന് പോവുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കച്ചവടത്തിന് പോകുമ്പോൾ മൈസറത്തിനെയും കൂടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അഡീഷണലായിട്ട്. സാധാരണ പോണ ആൾക്കാരൊക്കെ വേറെ ഉണ്ട് കേട്ടോ. നബി തങ്ങളും കച്ചവടം ചെയ്യണ്ട, മൈസറത്തും കച്ചവടം ചെയ്യണ്ട. നബി തങ്ങൾക്ക് മൊത്തത്തിലൊരു നേതൃത്വം കൊടുത്താൽ മതി, നിർദ്ദേശങ്ങളൊക്കെ കൊടുത്താൽ മതി. കച്ചവടം ചെയ്യാൻ എല്ലാ പ്രാവശ്യവും പോണ ആൾക്കാരൊക്കെ ഒപ്പം പോരുന്നുണ്ട്, ഓരോ ഒഴിവാക്കിയിട്ട് നബിനാക്കിയതല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മൈസറത്തിനുള്ള ഡ്യൂട്ടി എന്താ? മൈസറത്ത് ആണാണ് കേട്ടോ, അവസാനം എന്ന് കണ്ടുകൊണ്ട് പെണ്ണാന്ന് ചില കുട്ടിയൊക്കെ തോന്നലുണ്ട്, ആണാണ്. ഹംസത്ത് എന്നൊക്കെ പറഞ്ഞ ആണ് തന്നെയാണല്ലോ, അതേമാതിരി. അപ്പം മൈസറത്തിനുള്ള ജോലി എന്താ വെച്ചാൽ, ഈ യാത്രയിൽ എന്തെങ്കിലും അത്ഭുത സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കി മനസ്സിലാക്കിയിട്ട് വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ തിരിച്ചു വന്നാൽ ഖദീജ ബീവിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഡയറി എഴുത്താണ് ഇവരുടെ ജോലി. അതാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഒപ്പം അങ്ങനെ പോവുകയാണ്. പോകുമ്പോൾ യാത്രയിൽ അത്ഭുതങ്ങൾ മാത്രമേ ഉള്ളൂ. മേഘങ്ങൾ നിഴലിട്ട് കൊടുക്കുക, നബി നടക്കണേന് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ച് മേഘങ്ങൾ ഇങ്ങനെ പോവുക. മരച്ചോട്ടിൽ വിശ്രമിക്കാനിരുന്നപ്പോൾ പുരോഹിതൻ വന്ന് ഇത് അവസാന പ്രവാചകനാണെന്നറിയിക്കുക. 2 വളരെ അത്ഭുതകരമായ സംഭവങ്ങൾ കച്ചവടമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി എന്നാണ്. സാധാരണ ഒരു സാധനം ഒരാൾ വിൽക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞിട്ട് വിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കച്ചവടം അതിൻ്റെ ദോഷം പറഞ്ഞിട്ടാണ് വിറ്റ്. ഇപ്പം നമ്മൾ ഈ ഫോണ് കച്ചവടമാക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗുണമാണല്ലോ പറയുക. ഇതിങ്ങനെ S24 എന്ന് പറയുന്ന ഫോണാണ്, ഇത് ഐഫോണിൻ്റെ നേരെ 5-നാണ്, ഒരേ പെരയിലാണ് താമസം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതിൻ്റെ ഗുണമാണ് പറഞ്ഞിട്ടാണ് ഇത് കൊടുക്കുക. അങ്ങനെയാണ് സാധാരണ ഒരു കച്ചവടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ഓപ്പോസിറ്റാണ് പറഞ്ഞത്. ഇതിൻ്റെ ഹീറ്റ് കൺട്രോൾ ചെയ്യുന്ന കോയിൽ അലൂമിനിയം ആയതുകൊണ്ട് ഇത് വേഗം ചൂടാവും, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി എന്നുള്ളതാണ്. അങ്ങനെ ഇതിൻ്റെ കൊണ്ടോണ സാധനങ്ങളുടെ നെഗറ്റീവ് പറഞ്ഞിട്ടാണ് കച്ചവടം. എന്നിട്ട് അതാണ് ഒരത്ഭുതം. രണ്ടാമത്തെ അത്ഭുതം, അങ്ങനെ പറഞ്ഞ് വിറ്റിട്ട് തന്നെ മാർക്കറ്റിലെത്തുന്നതിൻ്റെ മുമ്പ് സാധനം കഴിഞ്ഞു. വൈക്കം തന്നെ കച്ചവടമായി എന്നർത്ഥം. കൊണ്ടുപോയ സാധനങ്ങൾ ചന്തയിലെത്തുന്നതിൻ്റെ മുമ്പ് തീർന്നതിനാൽ കയ്യിലുണ്ടായിരുന്ന പൈസക്ക് മക്കത്തില്ലാത്ത സാധനം അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങി. എന്നിട്ട് ആദ്യമായിട്ട് നാട്ടിലേക്ക് ഇങ്ങോട്ട് പോന്നു. അങ്ങനെ നാട്ടിലെത്തിയപ്പോഴേക്ക് ഈ സാധനം വിറ്റു തീർന്നതിനാൽ വർദ്ധിച്ച ലാഭം ലഭിച്ചു. ഖദീജ ബീവി പറഞ്ഞതിൻ്റെ ഇരട്ടി ശമ്പളം കൊടുത്തു. ആദ്യം പറഞ്ഞതിൻ്റെ ഇരട്ടിയാണ് കൊടുത്തത്, അതിൻ്റെ ഇരട്ടിയാണ്. ഈ വിവരം മുഴുവനും മൈസറത്ത് ഖദീജ ബീവിയോട് പറഞ്ഞപ്പോൾ ഉറപ്പായി ഇത് നമ്മളാ തരുന്ന ആൾ തന്നെയാണ് എന്ന്. സ്വാഭാവികമാണ്, നുബുവത്തിൻ്റെ നൂറാനിയത്ത് ഒരാളിൽ കണ്ടാൽ അയാൾക്ക് ശരീരവും മനസ്സും സമ്പത്തും അർപ്പിക്കണമെന്ന തീരുമാനം ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ഖദീജ ബീവിക്ക് ഉണ്ടായതാണ് കല്യാണാലോചന. അല്ലാതെ ഞമ്മക്കിങ്ങനെ തോന്നും ചിലപ്പം പറഞ്ഞു കേട്ടാൽ അതിങ്ങനെ ഏതോ മരത്തിൻ്റെ ചോട്ടിലിങ്ങനെ ഇരുന്ന് കണ്ട് ചുറ്റി കഴിച്ചപ്പോൾ തോന്നിയതാണ് എന്ന്. നുബുവത്തിൻ്റെ നൂറാനിയത്ത് ഉറപ്പെന്ന് തോന്നിയപ്പോൾ ഇനി ആ മനുഷ്യന് സമ്പത്ത് അർപ്പിക്കണം, ശരീരം അർപ്പിക്കണം, റൂഹും അർപ്പിക്കാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ, ഭാര്യയാകുക. അതുകൊണ്ട് അതിനെന്തേലും വഴിയുണ്ടോ എന്നുള്ളത് ആലോചിച്ചിട്ട് അതിനുള്ള ശ്രമങ്ങൾ നടത്തി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ
മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണിയായി കടന്നു വന്നു. എന്നിട്ട് കുറേ കാലം കഴിഞ്ഞ് ഇസ്ലാമൊക്കെ ഉണ്ടായി പ്രബോധനമൊക്കെ തുടങ്ങിയതിൻ്റെ ശേഷം ഒരു ദിവസം പറഞ്ഞതാണ്, നബിയെ നിങ്ങൾ അള്ളാഹു നബിയാക്കണതിൻ്റെ 5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മുഹമ്മദ് നബി കൽബിൽ കയറുന്നതിൻ്റെ പേരാണ് ശരിക്കും ഈമാൻ എന്ന് പറഞ്ഞത്. അതണ്ട് കയറിയിട്ടുണ്ടോ ഈമാൻ അവിടെ നിൽക്കും.